ഹായ് ഫ്രണ്ട്സ്, ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയില്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ ആ ഫീലിംഗ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഫാനാണെങ്കിൽ നിങ്ങളും ഇപ്പോൾ ആ ഒരു ഫീലിങ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. കാരണം കങ്കാരു പടയെ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ തോൽപ്പിച്ചതിന് ശേഷം കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ, ഒരു ഹാപ്പിനെസ്, ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. എന്താ പറയണ്ടേ, വളരെ വലിയൊരു റിലാക്സേഷൻ. 2023 ODI വേൾഡ് കപ്പ് ഫൈനൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിറകണ്ണുകളോടെ അന്ന് പോയ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഒരുപാട് ലക്ഷക്കണക്കിന് ആരാധകരുടെയും മുഖങ്ങൾ ഇപ്പോഴും എൻ്റെ കൺമുന്നിലൂടെ മിന്നിമായുന്ന പോലെ. ആ ഒരു കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കങ്കാരുപ്പടയെ മുന്നിൽ വന്നപ്പോൾ അവരുടെ ആ മഞ്ഞ ജേഴ്സി, അവർക്കെതിരെ ഇന്ത്യൻ ടീം വീണ്ടും ഒരു ICCയുടെ നോക്കൗട്ട് സ്റ്റേജിൽ മത്സരം വന്നു എന്ന് കണ്ടപ്പോൾ വളരെ വലിയ ആകാംക്ഷയോടെയും ആ ഒരു സ്പോർട്സിൻ്റെ ആ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയും ഞാനും കാണാനിരുന്നു. 264 എന്നുള്ള ഒരു ഡീസൻ ടോട്ടൽ. ദുബായ് പിച്ചിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ആവറേജ് ചേസബിൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 216 അപ്പോൾ ഓസ്ട്രേലിയ പടുത്തുയർത്തിയ 264 റൺസ്, ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ എ ഫസ്റ്റ് ബാറ്റിംഗ് ടീം എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു കടമ്പ കടക്കണമെങ്കിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരുന്നു. അതിനു മുമ്പ് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ്. ഇന്ത്യ 4 സ്പിന്നേഴ്സിനെയാണ് ഈ ഒരു മത്സരത്തിനും അതിനു മുമ്പുള്ള മത്സരത്തിലും കളിപ്പിച്ചത്. എന്തെന്നാൽ ദുബായിലെ പിച്ച് സ്പിന്നിനെയാണ് അനുകൂലിക്കുന്നത്. അതുകൂടാതെ മുഹമ്മദ് ഷമി എന്നുള്ള ദ മിസ്റ്റർ ICC എന്ന വിളിപ്പേരുള്ള ദ ODI ഗോട്ട് എന്ന് ഞാൻ പറയും. ഈ കളിയിൽ മുഹമ്മദ് ഷമി 3 വിക്കറ്റാണ് എടുത്തത്. എന്താ പറയണ്ടേ, ഹീ ഈസ് ആൻ അബ്സല്യൂട്ട് സ്റ്റണ്ണർ ബോളർ. മുഹമ്മദ് ഷമിയോടൊപ്പം 4 മുൻനിര സ്പിന്നേഴ്സ് വന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി അണിനിരന്നു. വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ സ്പിന്നേഴ്സിൻ്റെ വരവോടുകൂടി കഴിഞ്ഞു. കാരണം ഈ പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോയിൽ, അതായത് ബോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ബോളിൻ്റെ സ്പീഡിൽ വളരെ വലിയൊരു വേരിയേഷൻ സംഭവിക്കുന്നു. ഒരു ബോൾ ഡിപ്പാവുന്ന ഒരവസ്ഥയിലുള്ളൊരു പിച്ചാണിത്. പിന്നെ ചെറിയ ചെറിയ ക്രാക്ക് അങ്ങിങ്ങുമൊക്കെ ഉള്ളത് കൊണ്ട് അൺഈവനായിട്ടുള്ള വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള പിച്ച് ദുബായിലെ പിച്ച്. അതാണ് സ്പിൻ ബോളിംഗ് ഫ്രണ്ട്ലി എന്നുള്ള ഒരു വിളിപ്പേരും ഈ പിച്ചിനുണ്ട്. അതാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ സ്റ്റാറ്റും അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ആവറേജ് ചേസബിൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 216 മുകളിൽ പോയിട്ടില്ല. അതുകൂടാതെ ചേസ് ചെയ്യുന്ന ടീം ഇവിടെ വളരെ കുറച്ച് മാത്രമേ വിൻ പെർസെൻറ്റേജും ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പിച്ചിൽ നമ്മുടെ സ്പിൻ ബൗളേഴ്സ് വന്നിട്ട് നല്ല രീതിയിൽ ബോൾ ചെയ്തു, നല്ല അച്ചടക്കത്തോടെ ബോൾ ചെയ്തു. പക്ഷെ കുറച്ച് അവിടെ ഫീൽഡിങ്ങിന് കുറച്ച് പിഴവുകളുണ്ടായി. ക്യാച്ചൊക്കെ ട്രാവിസ് ഹെഡിൻ്റെ ഉൾപ്പെടെ ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തു. എന്നിരുന്നാലും 264 എന്നുള്ള സ്കോറിൽ അവരെ പിടിച്ചു നിർത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം കാരണം ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, 8ാം നമ്പർ വരെ ഇന്ത്യയുടെ ബാറ്റർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു സ്ക്വാഡിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓബിയസ്ലി ഇന്ത്യയുടെ സ്ട്രെങ്ത് ബാറ്റിംഗ് ആണ്. അപ്പോൾ സെക്കൻഡ് ഓസ്ട്രേലിയ ടോസ് നേടി ബാറ്റിംഗ് എടുത്തു, ഓക്കെ. പക്ഷേ ഇന്ത്യക്ക് അതൊരു അനുഗ്രഹമായി എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഗുഡ് ടോസ് ടു ലോസ് എന്നുള്ളൊരു സിനാരിയോ ഇവിടെ വരുന്നുണ്ട്. ഒരുപക്ഷെ രോഹിത് ശർമ്മ ടോസ് വിൻ ചെയ്തിരുന്നെങ്കിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ 11 മത്സരമായിട്ട് രോഹിത് ശർമ്മ ഒരു ടോസ് പോലും നേടിയിട്ടില്ലെന്നുള്ള, വിൻ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ആ മത്സരങ്ങളെല്ലാം, ഒരു മത്സരം ഒഴിച്ച് ഇന്ത്യ ബാക്കി എല്ലാ മത്സരങ്ങളും ജയിച്ചു എന്നുള്ളതും കാണാം. അതിനുശേഷം ഇന്ത്യയുടെ ബാറ്റിംഗ് വന്നപ്പോൾ 264 എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിൽ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞത് ഓസ്ട്രേലിയക്കെതിരെ നോക്കൗട്ട് സ്റ്റേജിൽ ഇറ്റ്സ് എ പ്രഷർ ഗെയിം. പക്ഷേ ഒരു നിശ്ചയദാർഢ്യം ഇന്ത്യൻ പ്ലേയേഴ്സിനുള്ളതുപോലെ നമുക്ക് കാണാൻ സാധിച്ചു ഈ മത്സരത്തിൽ. രോഹിത് ശർമ്മ ഫ്രണ്ടിൽ വന്നിട്ട് അപ്പ് ഫ്രണ്ടിൽ അദ്ദേഹം വന്നിട്ട് തൻ്റെ ഇൻറ്റൻറ്റ് വീണ്ടും കാണിച്ചു. മനോഹരമായ ഒരു പുൾ ഷോട്ട്, രോഹിത് ശർമ്മയുടെ പുൾ ഷോട്ട് കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് ബോഡി, സാധാരണ കളിക്കാർ പുൾ ഷോട്ട് കളിക്കാൻ നേരത്ത് 1 സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നിട്ട്
കുറച്ച് ബോഡി വെയിറ്റ് ബാക്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പുൾ ഷോട്ട് കളിക്കാറ്. അദ്ദേഹം ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബാറ്റിന്റെ ഫ്ലോ താഴെ നിന്ന് മോളോട്ട് ഇങ്ങനെ പോവുകയാണ്. ഒരിക്കലും ബോൾ അദ്ദേഹം ബോളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് പന്തിനെ ഗ്രൗണ്ട് ചെയ്യിക്കാൻ നോക്കുന്നില്ല. അപ്പോൾ ഈ താഴെ നിന്ന് മോളോട്ട് പോകുമ്പോൾ ബോഡി സ്റ്റഡി ആയിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം കിട്ടുന്നു ബോളിനെ മീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ മോളോട്ട് പോകുന്ന ആ ഒരു ഗ്രാജുവൽ ഫ്ലോവും കൂടെ ആകുമ്പോഴത്തേക്കും ബോള് പെട്ടെന്ന് തന്നെ സിക്സിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. ഇതാണ് രോഹിത് ശർമ്മയുടെ പുൾ ഷോട്ടിന്റെ പ്രത്യേകത. വളരെ വലിയ മികച്ച രീതിയിൽ അദ്ദേഹം ഒരു പുൾ ഷോട്ടിൽ സിക്സർ കൂടെ തുടങ്ങിയെങ്കിലും അനാവശ്യമായിട്ട് ഒരു സ്വീപ്പ് ഷോട്ട് കളിക്കാൻ നോക്കി. കാരണം അവിടെ കണ്ടതാണ് സ്പിൻ ബോളേഴ്സ് വന്ന ആ ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു സ്പിന്നറാണ് രോഹിത് ശർമ്മയുടെ വിക്കറ്റ് എടുത്തത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ രോഹിത് ശർമ്മ ഇങ്ങനെ ഒരു സ്വീപ്പ് ഷോട്ട് കളിക്കാൻ നോക്കി. കാരണം ഒരിക്കലും കുറച്ച് ജഡ്ജ്മെന്റ് ഒക്കെ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം രോഹിത് ശർമ്മയെ പോലുള്ള ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ, രോഹിത് ശർമ്മയെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ. കാരണം വളരെ വലിയ ഇമ്പാക്ട്ഫുൾ നോക്സ് ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രോഹിത് ശർമ്മ. അതുകൂടാതെ ഇന്ത്യക്ക് നല്ലൊരു മികച്ച സ്റ്റാർട്ട് കിട്ടണമെങ്കിൽ രോഹിത് ശർമ്മ നിൽക്കണമെന്നുള്ളതാണ്. പക്ഷെ രോഹിത് ശർമ്മയുടെ ആ ഒരു പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്, ദ ഗോഡ് ഓഫ് ODI വിരാട് കോഹ്ലി ജേഴ്സി നമ്പർ 18 ക്രീസിലേക്ക് വരുന്നു. ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് കളി. അപ്പോൾ 58 കോടി ജനങ്ങൾ ഈ മത്സരം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ മൊത്തത്തിൽ 150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എൻ്റെ ഊഹം ശരിയാണ്, ഒരു 80, 85, 90 കോടി ജനങ്ങളെങ്കിലും ഈ ഒരു ലൈവ് മാച്ച് കാണുന്നുണ്ടായിരിക്കും. വിരാട് കോഹ്ലി വന്നപ്പോൾ ഈ 90 കോടി ജനങ്ങളുടെയും പ്രതീക്ഷ വിരാട് കോഹ്ലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അത്രയും വലിയൊരു പ്രഷർ അത് സ്വന്തം വിരാട് കോഹ്ലിക്ക് അറിയാം. ഇത്രയും ആൾക്കാർ ആ ഒരു പ്രതീക്ഷ വെക്കുകയാണ്. നോക്കൗട്ട് സ്റ്റേജാണ്. വിരാട് കോഹ്ലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആങ്കറിങ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിരാട് കോഹ്ലി വന്നിട്ട് കാഴ്ചവെച്ച ഒരു ഇന്നിങ്സ്, അൺമാച്ചബിൾ ഇന്നിങ്സ്. എത്രയാണ് ഈ ഒരു ഇന്നിങ്സിന് നമ്മൾ എന്താ പറയണ്ടേ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ക്രെഡിറ്റ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേർഡ്സ് ഒന്നുമില്ല സുഹൃത്തുക്കളെ. കാരണം ഇനി ഡിക്ഷണറിയിൽ വല്ല വേർഡ്സ് ഉണ്ടോ അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും പ്രഷറായിട്ടുള്ളൊരു മാച്ചിൽ വന്നിട്ട് ഓസ്ട്രേലിയക്കെതിരെ 85 റൺസ് എന്നുള്ള ആ ഒരു വലിയൊരു നോക്ക് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റി. ഒരു ഇന്ത്യൻ ടീമിന്റെ ചേസിന് ഒരു ബാലൻസ് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റി. ശ്രേയസ് അയ്യറിനൊപ്പം ഒരു നല്ല പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. ശ്രേയസ് അയ്യറിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനുശേഷം അക്ഷർ പട്ടേൽ വന്നു. അക്ഷർ പട്ടേലിനൊപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. പിന്നെ KL രാഹുൽ വന്നു. KL രാഹുലിനൊപ്പം ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. പക്ഷെ വിരാട് കോഹ്ലി ഒരു സെഞ്ചുറി ഡിസേർവ് ചെയ്തതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിരാട് കോഹ്ലി റൺസ് ഉയർത്താനുള്ള ഒരു ശ്രമത്തിലായിരിക്കാം. അദ്ദേഹത്തിന്റെ ഈവൻ ആയിട്ടുള്ളൊരു ഷോട്ടാണ്. അങ്ങനെയുള്ള ഷോട്ടിൽ വിരാട് കോഹ്ലി ഇതേപോലത്തെ ഒരു പൊസിഷനിൽ വന്നിട്ട് കളിക്കാറില്ല. യൂഷ്വലി കളിക്കാറൊന്നും കാണാറില്ല നമ്മൾ. പക്ഷെ അങ്ങനെ ഒരു ഫ്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആഡം സാംബയുടെ ബോൾ അദ്ദേഹം ഔട്ടായി. പക്ഷെ ആ സമയത്തോളം ഇന്ത്യയെ ഇത്രയും വലിയൊരു കപ്പൽ ഇന്ത്യ തുഴഞ്ഞ് വിരാട് കോഹ്ലി ഒറ്റയ്ക്ക് തുഴഞ്ഞ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി അമരത്തിരുന്നു കൊണ്ട് കരയ്ക്ക് ഏകദേശം അടുപ്പിക്കാറായിട്ടാണ് അദ്ദേഹം ഔട്ടായതെന്ന് നമുക്ക് പറയാം. പിന്നെ പറയേണ്ടതാണ് ശ്രേയസ് അയ്യർ. 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യർ വന്നിട്ട് കാണിച്ചൊരു പരിപാടിയുണ്ട്. ഒരു ബോളിവുഡ് മൂവി എന്നൊക്കെ പറയത്തില്ല, വലിയ ഇപ്പം നമ്മുടെ മലയാളത്തിൽ ലൂസിഫറിന്റെ 2ാം പാർട്ട് വരാൻ പോകുന്നു. ആ മൂവീസ് വരെ തോറ്റുപോകും ഈ ശ്രേയസ് അയ്യറിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ. അദ്ദേഹം കുറച്ചു നേരം ഈ സ്പിന്നേഴ്സ് ഓസ്ട്രേലിയ 3 സ്പിന്നേഴ്സുമായിട്ടാണ് ഇറങ്ങിയത്. ഒരു സ്പേസറെ അവർ നിർത്തിയിരുന്നു. കാരണം ഇന്ത്യയുടെ ലാസ്റ്റ് ന്യൂസിലൻഡിനെതിരെയുള്ള മാച്ച് കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ. കാരണം ഇന്ത്യൻ ടീമിൽ 4 സ്പിന്നേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്പിന്നേഴ്സിന് നിലയുറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ശ്രേയസ് അയ്യർ ഒരു ഡാൻസ് ചെയ്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റുമായിട്ടാണ് ഈ പറയുന്ന ക്രീസിൽ നിന്നത്. അതുകൊണ്ട് അവർ കൺഫ്യൂസ് ആയിപ്പോയി. അങ്ങനെ ശ്രേയസ് അയ്യറിനെ എങ്ങനെ ബോൾ ചെയ്യാൻ പറ്റുന്ന ഏത് ലൈനിൽ ബോൾ വെക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ നമുക്ക് തോന്നി കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ. എന്താ പറയണ്ടേ, ശ്രേയസ് അയ്യറിൻ്റെ സ്പിന്നിനെ കളിക്കാനുള്ള ആ ഒരു എബിലിറ്റി എനിക്ക് തോന്നുന്നില്ല വേൾഡ് ക്രിക്കറ്റിൽ ഇപ്പോഴുള്ള ആൾക്കാർക്കിടയിൽ ഇത്രയും നല്ലുള്ള സ്പിന്നിന് കളിക്കുന്ന ഒരാളുണ്ടെന്ന്. ശ്രേയസ് അയ്യർ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ. ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് കറക്റ്റായിട്ടുള്ള ഗെയിം വിരാട് കോഹ്ലിയുമായിട്ട് റണ്ണബോൾ ക്രിക്കറ്റ്, അതായത് സിംഗിൾ ഡബിൾസ് എന്നിവയിലൂന്നി ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ബാറ്റ് ബോൾസിനെയൊക്കെ 4 ആക്കിക്കൊണ്ടുള്ള ശ്രേയസ് അയ്യറിൻ്റെ വളരെ നല്ല രീതിയിലുള്ളൊരു അപ്രോച്ചാണ് കണ്ടത്. ആ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് 4th വിക്കറ്റിൽ വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ, മോർ ദാൻ 85ന്റെ മേലുള്ള പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ വിരാട് കോഹ്ലിക്കും ശ്രേയസ് അയ്യറിനും പറ്റി. അതാണ് ഇന്ത്യൻ ചേസ്
ഇതിന്റെ ബാക്ക് ബോണായിട്ട് മാറിയതും. അതിനുശേഷം വന്ന അക്ഷർ പട്ടേൽ വന്ന് അദ്ദേഹം ഇന്റന്റ് കാണിക്കാൻ തുടങ്ങി. അക്ഷർ പട്ടേലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ എന്താ പറയണ്ടേ, ഏത് പൊസിഷനിൽ എന്തിനു വേണമെങ്കിലും അക്ഷർ പട്ടേൽ വാങ്ങിവ. അതായത് നമ്മൾ ഈ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും കറിവേപ്പില എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഏത് കറിക്കും നമ്മൾ ഇടത്തില്ല, അതുപോലെ അക്ഷർ പട്ടേൽ ഇല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇല്ല, അതേപോലെ അവസ്ഥയായി. ബോളിങ് വേണം അക്ഷർ പട്ടേൽ, ഓക്കെ, ഫീൽഡിങ് അക്ഷർ പട്ടേൽ, ബാറ്റിങ്ങിനും അക്ഷർ പട്ടേൽ വന്നിട്ട് നല്ല രീതിയിൽ അദ്ദേഹം ഇന്റന്റ് കാണിച്ചു. പക്ഷേ ഒരു ബാറ്റ് ഷോട്ട് കളിച്ചിട്ടാണ് അക്ഷർ പട്ടേലിന്റെ വിക്കറ്റ് പോകുന്നത്. കെ എൽ രാഹുലിന്റെ 6th പൊസിഷനെ പറ്റി വളരെ വലിയൊരു ഡിബേറ്റ്സ് ഓഫ് ദ മീഡിയ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കെ എൽ രാഹുൽ വന്നിട്ട് കാണിച്ച ആ ഒരു ഇന്റന്റ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നോക്കൗട്ട് സ്റ്റേജിൽ കെ എൽ രാഹുലിൻ്റെ ഇതേപോലൊരു ബോഡി പ്രസൻസ് ഓഫ് മൈൻഡിൽ കണ്ടത് ഞാൻ വളരെ വിരളമായിട്ട് കണ്ടിട്ടുള്ളൂ. കെ എൽ രാഹുലിൻ്റെ അതേപോലെ അത്രയും നല്ലൊരു ഇന്നിങ്സ്, വിരാട് കോഹ്ലിയുടെ മുകളിൽ നിന്ന് പ്രഷർ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള ഇന്നിങ്സ് കളിച്ച് കെ എൽ രാഹുൽ നല്ല രീതിയിലൊരു സിക്സറൊക്കെ, അതായത് ഇത്രയും വലിയൊരു പ്രഷർ സിറ്റുവേഷനിൽ വന്നിട്ട് ആഡം സാംബയെ പോലെ അവരുടെ ടോപ്പ് ലൈനായിട്ടുള്ള സ്പിൻ ബോളർക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു 6 അടിക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു ബാറ്റേഴ്സിൻ്റെ ഡ്രീം ആയിരിക്കും. കെ എൽ രാഹുൽ അങ്ങനെ ഒരു 6 ഒക്കെ അടിച്ച് അത് കണ്ടപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിയേഴ്സ് വന്നു. കുഡോസ് കെ എൽ രാഹുൽ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയപ്പോൾ കെ എൽ രാഹുൽ പറഞ്ഞു, എന്തിനാ ഈ ഒരു ഷോട്ട് കളിച്ചത്, ഞാനിവിടെ ഇരിപ്പില്ലേ എന്ന് കെ എൽ രാഹുൽ വിരാട് കോഹ്ലിയോട് പറയുന്നത് ക്ലോസപ്പ് ചെയ്ത് ക്യാമറമാൻമാരെ കാണിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം പിന്നെ നമ്മുടെ കുംഫു പാണ്ഡ്യ, ഹാർദിക് പാണ്ഡ്യ വരുന്നു. അപ്പോൾ ഏകദേശം ഒരു 40 റൺസോളം വേണമായിരുന്നു, റണ്ണ ബോളായിരുന്നു ഉണ്ടായിരുന്നത്. ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് തൻ്റെ പവർ ഹിറ്റിംഗ് എന്താണെന്ന് എബിലിറ്റി, ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് സ്വിങ്ങും ഹാർദിക് പാണ്ഡ്യ ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. സാധാരണ ഒരു ബാറ്റേഴ്സിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പവർ അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിൽ നിന്നൊരു ബോൾ ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് 100% വിശ്വസിക്കാം ഇത് ബൗണ്ടറി വരെ മറികടക്കുമെന്ന്. കാരണം അത്രയും നല്ല പവർ ഹിറ്റിംഗ് ആണ് ഹാർദിക് പാണ്ഡ്യയുടെ. അദ്ദേഹത്തിൻ്റെ ബാറ്റ് സ്വിങ് വളരെ വളരെ എന്താ പറയുക, ക്യുക്കാണ്. അതായത് യോർക്കർ ലൈനിൽ വരുന്ന ബോൾ പോലും ഹാർദിക് പാണ്ഡ്യയ്ക്ക് 6 അടിക്കാൻ പറ്റും. അതാണ് ആ ഒരു ബാറ്റിൻ്റെ സ്വിങ്ങിൻ്റെ, ബാറ്റിൻ്റെ സ്പീഡാണത്, ബാറ്റ് സ്പീഡ്. ഹാർദിക് പാണ്ഡ്യ വന്ന് 3-4 സിക്സുകൾ അടിച്ചുകൊണ്ട് ഈ പറയുന്ന മാർജിൻ വളരെ പെട്ടെന്ന് കുറയ്ക്കുകയും ഏകദേശം ഇന്ത്യയുടെ വരുതിയിൽ കളിയാക്കുകയും ചെയ്തു. അവസാനം കെ എൽ രാഹുൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഒരു 6 അടിച്ച് ഇന്ത്യയെ വിജയതീരത്തിലേക്ക് അണിയിച്ചപ്പോൾ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നേരത്തെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ, ചില നിമിഷങ്ങൾ അങ്ങനെയാണ്, വാക്കുകൾ ഉണ്ടാവില്ല. കാരണം വികാരമായിരിക്കും, എത്രയോ മുകളിലായിരിക്കും. കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും, സന്തോഷത്തിൻ്റെ കണ്ണുനീര്. ചില സമയത്ത് നമ്മുടെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നുപോയി. ഇനി ഇന്ത്യയുടെ ഫൈനൽ, നാളത്തെ മത്സരം സൗത്ത് ആഫ്രിക്കയും കിവീസും തമ്മിലാണ്. അത് പാകിസ്ഥാനിൽ വെച്ച് നടക്കും. അപ്പോൾ നമുക്കൊന്ന് ഉറപ്പിക്കാം, ദുബായിലാണ് ഫൈനൽ നടക്കാൻ പോകുന്ന വരുന്ന ഞായറാഴ്ച. ഇന്ത്യയുടെ കൂടെ സൗത്ത് ആഫ്രിക്ക ആയിരിക്കുമോ കിവീസ് ആയിരിക്കുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ തർക്കം. എന്തായാലും വളരെ വലിയൊരു വിജയമായിരുന്നു ഇത്, മനസ്സിന് സന്തോഷം നൽകുന്നൊരു വിജയമായിരുന്നു ഇത്. എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ പോലെയും എനിക്കും ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.